വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. ഇന്ന് ഓണാണ്. സോ ഓണായതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റു. ഒരു 5:30 ആകുമ്പോൾ അലാറം വെച്ച് എണീറ്റു. സാധാരണ ഒരു 7:30 8 മണി ആവാറുണ്ട്. പക്ഷെ ഇന്ന് ഓണായതുകൊണ്ട് നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടോ. നല്ല തണുത്ത വെള്ളത്തിലാണ് കുളിച്ചത്. അത് തന്നെ ഭയങ്കര എനർജി കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ. ഇന്ന് ഞാനാണ് പൂക്കൾ ഇടുന്നത് കേട്ടോ. സാധാരണ അച്ഛനാണ് പൂക്കൾ ഇടാറുള്ളത്. പക്ഷെ തിരുവോണത്തിൻ്റെ അന്ന് ഞാനിടും. കുറച്ച് വലുതാക്കിയിടും. ഡിസൈനൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിസൈനാണ്. ഇപ്രാവശ്യം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. വെറും 2 പൂക്കളെ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. മഞ്ഞപ്പൂവും അതുപോലെ തന്നെ ഓറഞ്ച് പൂവും. അത് പൂവും മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇലയാണ് പൊട്ടിച്ചിട്ട് അരയ്ക്കണത്. വേറെ കളർ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞ, ഓറഞ്ചും ഗ്രീനും മാത്രം വെച്ചിട്ടാണ് ഇന്ന് പൂക്കൾ ഇടുന്നത് കേട്ടോ. സാധാരണ കുറേ പൂവൊക്കെ മേടിച്ച് കുറേ കളർഫുള്ളായിട്ട് ഇടാറുണ്ട്. ഇപ്രാവശ്യം എന്താ പറയുക, കളർഫുൾ അല്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് 3 പൂക്കൾ അല്ലെങ്കിൽ 2 പൂക്കൾ വെച്ചിട്ട് ഇടാൻ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൂക്കൾ ഇടാൻ പോകണം. യെസ്, പോയാലോ? ബാ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് കേട്ടോ ഇന്നത്തെ. ഇതൊരു കോഡ് സെറ്റാണ്. ഇതെടുക്കാൻ പോയ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട്. ബാക്കിൽ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളറാണ്. പാൻറ്റ് വരുന്നുണ്ട് കേട്ടോ, പലാസ ടൈപ്പ് പാൻറ്റ്. ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല കംഫർട്ടാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിന് 750 റുപ്പീസ് അങ്ങോട്ടാണ്. നല്ല വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ട് ഒരു പ്രൈസിന്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. വീട്ടിൽ പൂക്കളിടണം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ കളരിയിൽ പോകണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. അപ്പോൾ ഇന്ന് ഇത് വെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്തായാലും പോയിട്ട് പൂക്കളിടാം. അപ്പോൾ രാവിലത്തെ പൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ സമയത്ത് തൃക്കാരപ്പനെ നമ്മൾ വെക്കാറുണ്ട് എല്ലാ കൊല്ലം. അപ്പോൾ അത് 3 നേരം പൂജ ഉണ്ടാവാറുണ്ട്. അപ്പോൾ രാവിലത്തെ പൂജ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ പൂ ഇടാനിരുന്നത് കേട്ടോ. തൃക്കാരപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും ഞാനങ്ങനെ വെക്കാനെ കണ്ടിട്ടില്ല. എന്നാൽ ചില വീട്ടിലൊക്കെ വെക്കാറുണ്ട് തൃക്കാരപ്പനെ. നമ്മളെല്ലാ കൊല്ലവും വെക്കാറുണ്ട് കേട്ടോ. പിന്നെ പൂവിൻ്റെ ഡിസൈൻ ഞാൻ ഓൾറെഡി ഇരുന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ വരച്ചതാണ് കേട്ടോ. അത് ഞാൻ കൺമഷി കൊണ്ടാണ് കേട്ടോ വരച്ചത്. ദേവ് ചേച്ചി വീഡിയോസിൽ ഞാൻ പറഞ്ഞ കേട്ടു കൺമഷി കൊണ്ടാണ് വരയ്ക്കാറുള്ളത്. സോ ഞാനൊന്ന് കൺമഷി കൊണ്ട് വരച്ച് നോക്കിയതാണ് കേട്ടോ. ഹിമാലയയുടെ കൺമഷിയാണ് കേട്ടോ യൂസ് ചെയ്തത്. അത് ഡേറ്റ് കഴിഞ്ഞ കൺമഷിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടോ. ഡിസൈൻ പെട്ടെന്ന് തന്നെ കിട്ടി. സാധാരണ ഞാൻ ചോക്ക് അല്ലെങ്കിൽ സ്കെച്ചൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കാറുള്ളത്. സ്കെച്ച് നല്ല പാടാണ് കേട്ടോ പോകാനായിട്ട്. പക്ഷേ കൺമഷി വേഗം പോയിട്ട് നമുക്ക് മാച്ച് ഇതാക്കുമ്പോൾ വെള്ളത്തുകൊണ്ട് മാറ്റുമ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ പൂക്കളുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പൂക്കളാണ്. അതും 2 പൂ കൊണ്ട് മാത്രമാണ് ഇന്ന് പൂക്കളുള്ളത്. പിന്നെ മാവിൻ്റെ ഇല മിക്സിയിൽ അരച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ പിന്നെ ആഡ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴാണ് ഒരു റോസാപ്പൂ നടുക്കിൽ വെച്ചത് കേട്ടോ. അങ്ങനെ മുക്കുറ്റൊക്കെ വെച്ചു. നമ്മുടെ പൂക്കളും ഇതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വെറും 2 പൂ കൊണ്ട് ചെയ്ത കുഞ്ഞു പൂക്കളാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നതാണ് കേട്ടോ. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഞാൻ. പൂക്കൾ നമ്മൾ എന്താ പറയുക, ഭയങ്കര വലുതാക്കിയിട്ടൊന്നല്ല ഇട്ടേക്കണത്. ഒരു മിനിമൽ വലിപ്പം അത്രയേ ഉള്ളൂ. സാധാരണ ഇപ്പോൾ ഇത്രയും ദിവസം ഇട്ടതിനെക്കാട്ടും കുറച്ച് കൂടുതൽ വലിപ്പം കൂടുതലാണ്, അത്രയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇതിനും വലുപ്പത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെയും കുറേ പൂക്കളൊക്കെ വെച്ചിട്ടാണ് ഇട്ടത്. ഇപ്രാവശ്യം പൂക്കൾ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വെറൈറ്റിക്ക് ഇപ്രാവശ്യം 2 പൂക്കളെ മേടിച്ചിട്ടുള്ളൂ. അതും ഞാൻ മേടിച്ചത് 300 രൂപയ്ക്കാണ് കേട്ടോ 2 പൂക്കൾ മേടിച്ചത്. പിന്നെ ഇലയാണ് എടുത്തത്. പക്ഷേ ഇട്ട് വന്നപ്പോൾ ഒരു കുറച്ചധികം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പകുതിയോളം ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ പകുതിയോളം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഉള്ളത് മൊത്തം കളരിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പൂക്കളിടാൻ വേണ്ടിയിട്ട് അച്ഛൻ. നിങ്ങൾ എൻ്റെ ഫേസ് ശ്രദ്ധിച്ചോ, ഒരു പ്രത്യേകത ഉണ്ട്. നോർമലി ഞാൻ എപ്പോഴും വട്ടപ്പൊട്ടാണ് നെറ്റിമ വെക്കാറുള്ളത്. ഇന്ന് ഞാൻ ഗോപിപ്പൊട്ടാണ് വെച്ചേക്കുന്നത്. മാറ്റും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഇതെടുത്ത് വെച്ചു. ഭംഗിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല അല്ലേ, വലിയ ബോറൊന്നുമില്ല തോന്നുന്നു, അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊരു കോഡ് സെറ്റാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. ഇനി കളരിൽ പോയി തൊഴണം, അത് കഴിഞ്ഞ് ദക്ഷിണ വയ്ക്കണം അവിടെ പോയിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ പോകുമാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതെനിക്ക് വിച്ചുവിൻ്റെ ഫാമിലി എടുത്തുന്ന ഔട്ട്ഫിറ്റാണ്, ഓണക്കോടി. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കളർ മീൻസ് കോഡ് സെറ്റാണ്, പക്ഷേ പ്രിൻ്റൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മെറ്റീരിയലും ഡിഫറെൻ്റ് ആണ്. ഇതിൽ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡ് സ്ലീവ് അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ വെച്ചു. ഇത്ര 3 സ്ലീവാണ് കേട്ടോ വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 750 അങ്ങോട്ട് ആണ്. പക്ഷേ ആ ഒരു റേറ്റിന് നല്ല വേർത്താണ്, നല്ല കംഫർട്ടാണ് കേട്ടോ മെറ്റീരിയൽ. പിന്നെ ഇതാ കളരിയിൽ പോയിട്ടുണ്ടായിരുന്നു. കളരിയിലത്തെ പൂക്കളാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ബാക്കി പൂക്കളല്ലേ, കുറച്ചധികം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട പൂക്കളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം അച്ഛൻ്റെ ഡിസൈനാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കളരിയിലെ സ്റ്റുഡൻസ് ഒക്കെ വന്ന് ദക്ഷിണൊക്കെ കൊടുത്തു. ഞാനും പോയി ദക്ഷിണ കൊടുത്ത് വന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഓണം, വിഷു, അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ല ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയതായിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതാണ് നിങ്ങൾ എൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ കാണുന്നത്. അമ്മ ഇവിടുന്ന് കാര്യമായിട്ട് എന്തോ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മ എന്തെടുക്കുന്നത്
ചോദിക്കണം. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പഴം പുഴുങ്ങിയതെടുത്ത് കഴിച്ചു. ഒരു കുഞ്ഞു പീസാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു കുഞ്ഞു പീസ് എടുത്ത് കഴിച്ചു പേരിന്. അതിന് ശേഷം പിന്നെ റെഡി ആവാൻ പോയി കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പോകണം. സോ ഞാൻ സെറ്റ് മുണ്ടാണ് എടുക്കുന്നത്. ഇതെനിക്ക് തലേ ദിവസം, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി അച്ഛൻ പോയിട്ട് എടുത്തുന്ന സെറ്റ് മുണ്ടാണ്. ഞാനൊരു ചുരിദാർ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓണത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ. പിന്നെ എല്ലാവരും പറഞ്ഞു ചുരിദാർ വേണേ, സെറ്റ് മുണ്ട് എടുക്കണില്ലേ, സെറ്റ് സാരി എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ചോക്കി ഒരു സെറ്റ് മുണ്ട് വേണമെങ്കിൽ എടുക്കാം പുതിയത്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എടുക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവോണത്തിൻ്റെ തലേ ദിവസം രാത്രി പോയി എടുത്ത സെറ്റ് മുണ്ടാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൗസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പെയർ ചെയ്തത്. എൻ്റെ അടുത്ത് ബ്ലൂ സെറ്റ് മുണ്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തായാലും കളർ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്തു. വേറെ ഒന്നുമല്ല, ടാൽക്കം പൗഡർ ഇട്ടു, അതുപോലെ തന്നെ കണ്ണ് മേലെയും താഴെ എഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇത്രയേ ഉള്ളൂ. പിന്നെ പൊട്ട് ഞാൻ ഐലൈനർ വെച്ചിട്ടാണ് കേട്ടോ കുത്തിയത്. പിന്നെ മുല്ലപ്പൂ വെച്ചു. തലേദിവസം പോയിട്ട് വരുമ്പോൾ മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുഴം. അപ്പോൾ മുല്ലപ്പൂ വെച്ചു. ഹെയറൊക്കെ ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ കെട്ടിയത്, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ അല്ലെങ്കിൽ ഓണത്തിൻ്റെ മേക്കപ്പ് ലുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യും ഓണത്തിൻ്റെ മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്തപ്പോൾ. പക്ഷേ ശരിക്കുള്ള ഓണം ദിവസം ഞാൻ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. സാധാ സിമ്പിളായിട്ടാണ് എല്ലാം ചെയ്യാറുള്ളത്. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് കേട്ടോ. മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്രാൻഡായിട്ട് കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. പക്ഷേ ഓണം വരുമ്പോൾ ഓണത്തിൻ്റെ അന്ന് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യാം. ഇനി നമുക്ക് ചന്ദനക്കുരക്ക് തൊടണം. അങ്ങനെ ചന്ദനക്കുരക്ക് പോയി തൊട്ടിട്ട് വന്നു. ഗുരുവായൂർ അമ്പലത്തിലെ കളപ്പം തന്നെയാണ് കേട്ടോ തൊട്ടത്. പിന്നെ അടുത്തുള്ളൊരു അമ്പലത്തിലെ ചന്ദനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് തൊട്ടു. ഇനി നമുക്ക് പോകണം, ഗുരുവായൂർ അമ്പലത്തിൽ പോകണം. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 10 മണിയോ അങ്ങനെയാണ് സമയം കേട്ടോ. അങ്ങനെ നമ്മൾ കാറിൽ കയറി ഞാനും മമ്മിയും അച്ഛനും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. എല്ലാവരും ഒരു ബ്ലൂ മയമാണ്, നീലമയത്തിലാണ് എല്ലാവരും നീലയാണ് കേട്ടോ. അമ്മയും നീലയാണ്, അച്ഛനും നീലയാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഒന്ന് മഴ പെയ്യുമോ എന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെതർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു വൈകിട്ടേ പെയ്യുള്ളൂ എന്ന്. പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നല്ല രീതിക്ക് മഴക്കാറുണ്ടായിരുന്നു. നമ്മൾ ഗുരുവായൂർ പോകുമ്പോഴും അതുപോലെ തന്നെ അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ മഴ പെയ്തു വൈകിട്ട്. അപ്പോൾ നല്ല മഴക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. കുറച്ചധികം കാറ് പാർക്ക് ചെയ്യാൻ നമ്മൾ പാടുപെട്ടു. കാരണം ഫുൾ തിരക്കായിരുന്നു കേട്ടോ. കാറ് പാർക്ക് ചെയ്യാൻ തിരക്ക്, അമ്പലത്തിനുള്ളിൽ അതിലും തിരക്ക്, അങ്ങനെയായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇപ്രാവശ്യം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇത് അമ്പലത്തിനടുത്ത് എത്താറായിട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5-10 മിനിറ്റ് ഉള്ളൂ അമ്പലത്തിലേക്ക്. അധികം ദൂരം ഇല്ല കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോൾ ഇത്രയും വലിയ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനോട് ഇത് എന്താ ക്യൂ എന്ന് കണ്ടോ. നല്ല വലിയ ക്യൂ ആണ് കേട്ടോ. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് പ്രസാദ ഊട്ടിനുള്ള ക്യൂ ആണ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. എവിടെ നിന്ന് തുടങ്ങിയ ക്യൂ ആണെന്ന് അറിയുമോ. അത്രയും ജനങ്ങളുണ്ട് കേട്ടോ പ്രസാദ ഊട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ആ ക്യൂ ഒക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു. അതിനുശേഷം നമ്മളിതാ കാറിൽ കയറി പിന്നെ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തി പിന്നെ നമ്മൾ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പിന്നെ ഡ്രസ്സ് മാറിയില്ല കേട്ടോ. ഞാൻ ചോദിച്ചു ഓക്കെ ഇതിലിട്ടിട്ട് തന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ സദ്യ കഴിക്കാമെന്ന്. ബാക്കി എല്ലാവരും ഡ്രസ്സ് മാറി, ഞാൻ മാത്രം മാറിയില്ല. പിന്നെ നമ്മുടെ വീട്ടിലൊരു ഫോറിനർ ഉണ്ട് കേട്ടോ, കളരി പഠിക്കാൻ വന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം ആൾ വന്നത് ഓണത്തിൻ്റെ ടൈം ആയ കാരണം ആൾക്ക് ഓണം കൂടാൻ പറ്റി. അങ്ങനെ ദാ ചോറ് വിളമ്പി, പിന്നെ സാമ്പാർ വിളമ്പി, പിന്നെ കാളൻ ഉണ്ടായിരുന്നു, എൽശ്ശേരി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, ഇഞ്ചിമ്പുളി ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അതും കഴിച്ചു. ഇതാണ് കേട്ടോ ആ ആൻറ്റിയുടെ പേര് ഇന്ദിര എന്നാണ് കേട്ടോ. ആൾ എല്ലാ ഇയറും വരുന്നതാണ്. ഞാൻ ജനിക്കുന്നതിന് മുൻപ് ആൾ ഇവിടെ നമ്മുടെ കളരിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്രയും നല്ല ക്ലോസ് ആയിട്ടുള്ള പരിചയമുള്ള ഒരാളാണ്. പിന്നെ ആൾ ബെൽജിയത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ നമ്മുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് വല്ലവട്ട കളരിയുടെ, ആളാണ് നോക്കുന്നത് കേട്ടോ. അങ്ങനെ സദ്യ കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഡ്രസ്സൊന്നും മാറിയിടണം. ഭയങ്കര എന്താ പറയുക,
കുറേ നേരം അതിലിട്ടിരിക്കണം. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. സാരി എനിക്ക് ഉടുത്തതിന് അധികം ബുദ്ധിമുട്ട് തോന്നാറില്ല കേട്ടോ. പക്ഷേ സെറ്റ് മുണ്ട് എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ എടുത്തിങ്ങനെ കുറേ നേരം ഇരിക്കാനായിട്ട്. സോ സെറ്റ് മുണ്ട് മാറ്റണം. രാവിലെ ഇട്ട ഒരു മഞ്ഞ കോഡ് സെറ്റായിരിക്കും എടുത്തിടുക. ഒരു 3 മണി 3:30 ആകുമ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിൽ പോകും. അമ്മയുടെ വീട്ടിൽ പോയിട്ട് പിന്നെ രാത്രി അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ടേ മടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു ഫോറിനർ ഉണ്ട്, കളരി പഠിക്കാൻ വന്നതാണ് കേട്ടോ. ആൾ എല്ലാ ഇയറും വരുന്നതാണ് കളരി പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇയർ ഓണത്തിൻ്റെ ടൈമാണ് വന്നത്. ആൾ ഫസ്റ്റ് ടൈമാണ് ഓണം ആഘോഷിക്കുന്നതും കാണുന്നതും എല്ലാ ഫംഗ്ഷനൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആളെയും കൂട്ടിയിട്ടാണ് നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോണത്. യെസ്. പിന്നെ നൈറ്റ് അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് മടങ്ങും. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇനി ഒരു പരിപാടി ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് മാറുക, മറ്റേ ഡ്രസ്സ് എടുത്തിടുക, കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യും, എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യും. അത് പിന്നെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് എടുത്ത ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്യാൻ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ, അന്ന് പോസ്റ്റ് ചെയ്യണ്ടേ ഇൻസ്റ്റാഗ്രാമിൽ. സോ അതൊന്ന് കുറച്ചൊന്ന് നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്ന് കിടന്നുറങ്ങും ചിലപ്പം. കാരണം ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്, പതിവിലും നേരത്തെ എണീറ്റിട്ടുണ്ട്. സോ ചിലപ്പോൾ കിടന്നുറങ്ങും, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരു 3:30 ആകുമ്പോഴേക്കും റെഡിയായി അമ്മയുടെ വീട്ടിൽ പോകാനായിട്ട്. അപ്പോഴേക്കും നല്ല മഴക്കാറായിട്ടോ. ഞാൻ ഹെയർ സ്റ്റൈലൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈലാണ്, അത് വേറെ കാര്യം. ഇന്ന് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കമ്മലുണ്ട്, എല്ലാം ഞാൻ റിങ് ആക്കി കേട്ടോ. ഒരു കമ്മലും കൂടി ഉണ്ട് റൈറ്റ് സൈഡിൽ, പക്ഷേ അത് ഓട്ട ചെറുതായിട്ട് അടഞ്ഞു തുടങ്ങിയാണ്, ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഒന്ന് കണ്ടോ, നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു, നല്ല മഴയും നല്ല കാറ്റായിരുന്നു കേട്ടോ. അച്ഛൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്, അത്രയും മഴയായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ അറിയില്ല. ഞാൻ പിന്നെ നിസാൻ്റെ മാഗ്നറ്റാണ് എപ്പോഴും ഓടിക്കാറുള്ളത്. വാഗനർ അങ്ങനെ ഞാൻ ഓടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഒരു വട്ടം കൂടെ ഓടിച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓഫ് ആവണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര എന്തോ ഓടിക്കാൻ തോന്നിയില്ല. അങ്ങനെ നമ്മളിതാ മുത്തശ്ശൻ്റെ അവിടെ എത്തി. മുത്തശ്ശൻ്റെ അമ്മമ്മയ്ക്കും ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ഹാപ്പി ഓണൊക്കെ പറഞ്ഞു. ഇവർ ഓൾറെഡി മുന്നേ എത്തിയിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വർത്താനം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുത്തശ്ശനും അമ്മമ്മയും ഇട്ടേക്കുന്ന ഡ്രസ്സ് ഞാൻ കൊടുത്ത ഓണക്കോടിയാണ് കേട്ടോ. ടീഷർട്ടും സാരിയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തറവാട്ടിൽ പോയി. തറവാട്ടിലത്തെ പൂക്കളാണ് കേട്ടോ. ഫുൾ ഇങ്ങനെ ഇവർ മേടിക്കുന്ന പൂക്കളിടില്ല കേട്ടോ. ഇവിടുത്തെ മുത്തശ്ശനും അമ്മമ്മയും മേടിക്കുന്ന പൂക്കളിടില്ല. പിന്നെ കുറേ പൂക്കളുണ്ട് മുറ്റത്ത്, കുറേ ചെടികളുണ്ട്. അപ്പോൾ അതിന്ന് എടുത്ത പൂക്കളാണ് കേട്ടോ ഇടുക. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ മേടിക്കുന്ന പൂ ഇവിടെ ഇട്ടേക്കണ കണ്ടിട്ടില്ല. എപ്പോഴും ഇങ്ങനെ വീട്ടിലുള്ള പൂക്കളാണ് കേട്ടോ ഇടാറുള്ളത്. ശരിക്കും നല്ല രസമല്ലേ കാണാനായിട്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ പൂക്കളെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞു. പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്ന് കുറുകുറ എടുത്ത് കഴിക്കുമായിരുന്നു. കുറച്ച് കുറുകുറ എടുത്ത് കഴിച്ചു. പിന്നെ ഒരു മഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അതൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരുമായിട്ട് അങ്ങോട്ട് സംസാരിച്ച് അങ്ങോട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം 7 മണിയായി. 7 മണി ഏകദേശം ആവാറായിട്ടുണ്ട് കണ്ടോ. 7 മണി ഏകദേശം ആവാറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തി. കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ച് എല്ലാവരും വിഷ് ചെയ്തു. തറവാട്ടിൽ പോയി. അവിടെ ഇരുന്ന് പിള്ളേരെയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ്, കസിൻസിനായിട്ട് വർത്താനം പറഞ്ഞ് കുറേ നേരം സംസാരിച്ച് അവിടെ നിന്ന് വീണ്ടും നമ്മളിവിടെ വന്നിട്ടുണ്ട്. കുക്ക് ഇവിടെ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയമ്മയും ചെറിയച്ഛനും സ്നേഹം എത്തിയിട്ടില്ല. സോ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കും. പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകും, റിട്ടേൺ. കാരണം നമുക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്. ആൻഡ് നാളെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ലബ്ബിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവിടേക്ക് പോകണം. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ആകെ നാശമായി തുടങ്ങി. പക്ഷേ മുല്ലപ്പൂ ചീഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. 1-2 കൊഴിഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. പിന്നെ ഈ മുല്ലപ്പൂ ഞാൻ ഇന്നലെ രാത്രി മേടിച്ചതാണ് കേട്ടോ. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ മുല്ലപ്പൂ അങ്ങനെ അത്ര പെട്ടെന്ന്, അതായത് ഞാൻ തലയിൽ വെക്കുന്ന മുല്ലപ്പൂ ഒന്നും അത്ര പെട്ടെന്ന് ചീഞ്ഞ് പോകാറില്ല. കുറച്ചധികം ടൈം എടുത്തിട്ടാണ് നാശമായി പോകാറുള്ളത്. എന്തോന്നറിയില്ല, എന്നെ ഇഷ്ടം തോന്നുന്നു മുല്ലപ്പൂവിന്. യെസ്. പിന്നെ ഈ ഒരു വള കുറേ പേർക്ക് ഇഷ്ടമായി, കുറേ പേർക്ക് ഇഷ്ടമായില്ല. ഇത് എവിടെ നിന്നാണ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. മീഷോയിലാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറവുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു മൈക്ക് ഞാൻ ഫിറ്റ് ചെയ്യുക എടുക്കുക. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ച് സംസാരിക്കാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ നെയിൽ കണ്ടോ നിങ്ങൾ, എൻ്റെ നെയിൽ ഇങ്ങനെ വളർന്ന് കാണുന്നത് ഞാൻ തന്നെ വളരെ അപൂർവമാണ്. കാരണം എൻ്റെ നെയിൽ അങ്ങനെ വളരാറില്ല. എൻ്റെ നെയിൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോരും. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഭാഗ്യം എന്ന് പറയാം, നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല. എന്തായാലും ഓരോ ദിവസം ഓരോ നെയിൽ പോളിഷ് കളർ ഇങ്ങനെ മാറ്റി ഇടുന്നുണ്ട്. എനിക്ക് നെയിൽ പോളിഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. നെയിൽ ഇല്ലെങ്കിലും കൈ കടയുന്നു, ഉണ്ടെങ്കിലും. പക്ഷേ നെയിൽ വളർന്നപ്പോൾ നെയിൽ പോളിഷ് ഇടാൻ എന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. സോ ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കസിനെ, സ്നേഹേനെയും അതുപോലെ തന്നെ ചെറിയമ്മേനും ചെറിയച്ഛനും. അവരെപ്പോഴാണ് വരിക എന്നറിയില്ല. കാരണം ചെറിയച്ഛൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് ഗുരുവായൂർ അമ്പലത്തിൽ. സോ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈം വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഞാൻ 2-3 വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയി തിരിച്ചു വന്നപ്പോൾ അതാ അമ്മമ്മ എൻ്റെ ഇപ്പം അപ്ലോഡ് ചെയ്ത വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഫുൾ അപ്ഡേറ്റ് ആണ്. ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്ത് അപ്പം തന്നെ ഇവരിരുന്ന് കാണും കേട്ടോ. അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ചെറിയ മീൻ സ്നേഹി എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് വരാനായിട്ട്. ചെറിയച്ഛൻ നേരെ ഡ്യൂട്ടിക്ക് പോയിട്ടോ. ചെറിയച്ഛൻ്റെ ഗുരുവായൂർ ഡ്യൂട്ടി ഉണ്ട്. സോ നേരെ പോയി. പിന്നെ ഇവരായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഇവിടെ നിന്നുള്ള ഓണസദ്യ കഴിച്ചു. രാത്രി മീൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂമ്മ. അങ്ങനെ നമ്മൾ ഓണസദ്യ ഒക്കെ കഴിച്ച് ഇവിടുത്തെ ഓണസദ്യ കഴിച്ചു. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ 2 ഓണസദ്യയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. എല്ലാവരുടെയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ സാധാരണ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ ഇവിടെ നിൽക്കാറുണ്ട്. പക്ഷേ ഇന്ന് നിന്നില്ല കേട്ടോ. കാരണം നമുക്ക് നാളെ രാവിലെ കല്യാണമുണ്ട്. സോ കല്യാണത്തിന് പോകണം. അങ്ങനെ 2025 ഓണവും കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത കൊല്ലം ഓണം ആഘോഷിക്കാം. എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഓണമായിരുന്നു ഇപ്രാവശ്യത്തെ. അപ്പോൾ ഈ ഒരു വ്ളോഗ് അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ, ലവ് യു ഓൾ, ഹാപ്പി ഓണം.